ഹലോ, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് മലയാളം. ഇന്ന് ക്ലാസ് 9 ചാപ്റ്റർ 1 ഝട്പട്ട് ഓർ നട്ട്ഖട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ബിഫോർ സ്റ്റാർട്ടിംഗ് ദ വീഡിയോ, ഇഫ് യു വോണ്ട് മോർ വീഡിയോസ് പ്ലീസ് റൈറ്റ് ക്ലാസ് നമ്പർ, വിച്ച് ക്ലാസ്, ചാപ്റ്റർ നമ്പർ ആൻഡ് ചാപ്റ്റർ നെയിം ഇൻ മൈ കമൻറ്റ് ബോക്സ്. ഓക്കെ, ഇത് തുടങ്ങാം. ഝട്പട്ട് ഓർ നട്ട്ഖട്ട്. ഏക് താ ഝട്പട്ട്, ഏക് താ നട്ട്ഖട്ട്. ഒരു പേരുകളാണ് ഝട്പട്ടും നട്ട്ഖട്ടും. ഝട്പട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കാര്യം ചെയ്യുക, അതായത് വേഗം കൂടിയത്. നമ്മൾ ഈ രാവിലത്തെ ഹർഷായിട്ട് ചെയ്യുമല്ലോ, അപ്പോൾ അത്. നട്ട്ഖട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടി, കുസൃതി. ഓക്കെ, ഝട്പട്ട് ബഡാ താ, നട്ട്ഖട്ട് ഛോട്ടാ. ഝട്പട്ടായിരുന്നു വലുത്, നട്ട്ഖട്ട് ചെറുത്. ബഡാ കേവൽ 2 സാൽ ബഡാ താ, ഛോട്ടാ കേവൽ 2 സാൽ ഛോട്ടാ. അതായത് രണ്ട് വയസ്സിലെ ഡിഫറൻസ് ആയിരുന്നു അവർ തമ്മിൽ. ദോനോ സ്കൂൾ മേ പഠിത്തേ ഥേ. രണ്ടാളും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നു. ഝട്പട്ട് 5वीं में, नटखट 3वीं में. झटपट 5ാം ക്ലാസ്സിലും നട്ട്ഖട്ട് 3वीं में. घर से दोनों भाई साथ साथ स्कूल जाते और साथ साथ ही वापस घर आते. झटपट രണ്ടുപേരും ഒരുമിച്ചാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നതും തിരിച്ചു വന്നതും. വേ ഏക് ഗാവ് മേ രഹത്തെ थे. അവരൊരു വില്ലേജിലായിരുന്നു താമസിച്ചിരുന്നത്. സ്കൂൾ ഉൻകെ ഗാവ് മേ നഹി, ദൂർ ദൂസറെ ഗാവ് മേ थे. അവരുടെ വില്ലേജിലല്ല, വേറൊരു വില്ലേജിലായിരുന്നു അവരുടെ സ്കൂൾ. വഹാ തക് पैदल जाना पड़ता था और पैदल ही वापस आना पड़ता था. വേറെ വില്ലേജിലാണെങ്കിലും അവിടുന്ന് പേദൽ പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിംഗ് ആയിരുന്നു പോണതും വന്നതും. ജാത്തെ സമയ രാസ്തേ മേ ഉനെ കൈ ചീജേ മിൽത്തേ ഥേ. അപ്പോൾ പോണ സമയത്ത് കുറേ സാധനങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പോഖർ, ബർഗദ്, ഖേത്ത്, ഭാഗ്, നാല ഓർ നദി. അതായത് പോഖർ പറഞ്ഞു കഴിഞ്ഞാൽ കുളം, പിന്നെ ബർഗദ് ബാനിയൻ ട്രീ, ഖേത്ത് ഭാഗ് എന്നൊക്കെ പറഞ്ഞാൽ പാടം, തോട്ടം, നാല പറഞ്ഞു കഴിഞ്ഞാൽ തോട്, നദി പറഞ്ഞു കഴിഞ്ഞാൽ റിവർ. വാപ്പസ് ആനെ പർ ഭി രാസ്തേ മേ ഉനെ കൈ ചീജേ മിൽത്തി ഥി. അപ്പം പോണ സമയത്തും തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. നദി, നാല, ബാഗ്, ഖേത്ത്, ബർഗദ് ഓർ പോക്കർ. അതായത് പോണ അതേ ഇതിൽ തിരിച്ചു വരുമ്പോൾ അതേ ഒരു വഴിയായിരുന്നു അവരുടെ. झटपट तेज चलता था, नटखट धीरे धीरे. झटपटिന് കുറച്ച് സ്പീഡ് കൂടുതലായിരുന്നു, നട്ട്ഖട്ട് ഭയങ്കര സ്ലോ. झटपट बरगद तक पहुंच जाता था, तब तक नटखट पोखर तक ही पहुंचा होता. झटपट ബർഗദ് നമ്മൾ ഈ ലിസ്റ്റ് കണ്ടുല്ലോ, പോഖർ, ബർഗദ്. അപ്പോൾ ബർഗദ് വരെ എത്തിയിട്ടുണ്ടെങ്കിലും നട്ട്ഖട്ട് ഇപ്പോഴും പോക്കറിൻ്റെ അവിടെ തന്നെ ആയിരിക്കും. झटपट बाग तक पहुंच जाता, തബ് തക് നട്ട്ഖട്ട് ഖേത്ത് തക് ഹി പहुंचा होता. അപ്പോൾ അടുത്തത് ബാഗ് വരെ എത്തിയിട്ടുണ്ടാവും ഝട്പട്ട്, പക്ഷെ ഖേത്ത് വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ നട്ട്ഖട്ട് ഭയങ്കര സ്ലോ ആണ്. झटपट नदी तक पहुंच जाता, तब तक नटखट नाले तक ही पहुंचा होता. माँ की हिदायत थी कि झटपट को छोटे भाई का ध्यान रखना है, नटखट को अपने साथ ही रखना है. माँ की ഹിദായത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിർദ്ദേശം, അല്ലെങ്കിൽ അമ്മ അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. झटपट വലുതല്ലേ, അപ്പോൾ ചെറിയ ആളെ എപ്പോഴും സൂക്ഷിക്കണം, സംരക്ഷിക്കണം. ഓക്കെ, നെക്സ്റ്റ്. इसलिए झटपट को आगे निकल जाने पर पीछे मुड़कर देखना पड़ता. അപ്പോൾ എപ്പോഴും ഝട്പട്ട് മുമ്പിൽ പോയാലും പിന്നിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കണം, അതായത് നട്ട്ഖട്ട് എവിടെ എത്തി എന്നൊക്കെ നോക്കാൻ. ഉനെ നട്ട്ഖട്ട് കോ പുകാർ കർ ജൽദി ചലനെ കെ ലിയെ കഹനാ പടുത്ത. ഝട്പട്ടിനെ എപ്പോഴും നട്ട്ഖട്ടിനെ വിളിച്ചിട്ട് ഇങ്ങനെ നടക്കടാ എന്നൊക്കെ പറയേണ്ടി വന്നതിന്. ബാർ റുട്ട്കർ നട്ട്ഖട്ട് കാ ഇന്തസാർ കർനാ പടുത്ത. വെറുതെ വെയിറ്റ് ചെയ്യാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ. കഭി സ്കൂൾ ജാനെ കെ ലിയെ ദേരി ഹോത്തി, देख नटखट का हाथ पकड़कर अपने साथ दौड़ाना भी पड़ता. സ്കൂളിലേക്ക് ലേറ്റ് ആവണമെന്ന് കണ്ടു കഴിഞ്ഞാൽ നട്ട്ഖട്ടിൻ്റെ കൈ പിടിച്ചിട്ട് ഒറ്റ ഓട്ടമായിരുന്നു. झटपट परेशान हो जाता और घर लौटकर माँ से शिकायत करता. झटपट ഭയങ്കരമായിട്ട് പക്ഷെ പരേഷാൻ, അതായത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും ദേഷ്യമൊക്കെ പെടും, അതായത് എന്തൊരു പ്രശ്നമെന്നൊക്കെ പറയുമല്ലോ നമ്മൾ. അപ്പോൾ തിരിച്ചു വന്നിട്ട് അമ്മ അടുത്ത് കംപ്ലൈൻറ്റും പറയും. ഷിക്കായത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ്. മാ ഛോട്ടാ ബഹുത് പരേഷാൻ കർത്താ ഹൈ, ഛോട്ടാ ഹൈ നാ മാ മുസ്കുരാ ദേത്തി ഹൈ. അതായത് ഝട്പട്ട് പറയും, അമ്മ ചെറുത് ഭയങ്കരമായിട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ ചെറുതല്ലേ നമ്മ സ്മൈൽ ചെയ്തായിട്ട്, അതായത് മെല്ലെ ഒന്ന് ചിരിച്ചിട്ട് ശാസിക്കും. ഓർ ബഡേക്കോ തോ ഛോട്ടേക്കാ ധ്യാൻ രഖ്നാ ഹി പഡ്താ ഹൈ. വലിയ കുട്ടികളല്ലേ ചെറിയ ആൾക്കാരെ ശ്രദ്ധിക്കുക.
झटपट झुंझलाता पर कुछ कह ना पाता. ജട്ട്പട്ടിന് ദേഷ്യം വരും, ഭയങ്കരമായിട്ട് ദേഷ്യം വരും. झुंझलाना പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റിംഗ് ആംഗ്രി, പക്ഷെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. छोटे को ध्यान छोटे को का ध्यान तो उसे रखना ही था. ചെറിയ ആളല്ലേ, അപ്പോൾ അതിൻ്റെ എന്തായാലും സംരക്ഷിക്കേണ്ട. लेकिन उसे लगता था कि नटखट कुछ ज़्यादा ही नटखट है. പക്ഷേ झटपटिന് തോന്നണത് നട്ട്കട്ട് ഭയങ്കര കുസൃതിയാണ്. കുസൃതി എന്നല്ല, ഭയങ്കര കുസൃതിയാണ്. रास्ते चलते रुक कर पोखर के पानी के अंदर की मछलियाँ और पानी के ऊपर की बत्तखें देखने लगता है. വഴിയിൽ നിന്നിട്ടില്ലേ പോഖർക്ക പാനി, അതായത് കുളത്തിലെ വെള്ളത്തിൻ്റെ ഉള്ളിലത്തെ മീനുകളും പാനിക്ക് ഊപ്പർ ബത്തക്കെ ഡക്കുകൾ പോകണം, അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ബർഗത് കി ഊപ്പർ സെ നീച്ചെ ആത്തി ജഡേ പക്കടക്കർ ഝൂലിനെ ലഗ്ത. ബർഗത് പറഞ്ഞു കഴിഞ്ഞാൽ ബാനിയൻ ട്രീയിലെ ആ വള്ളികളുണ്ടല്ലോ, അതിൽ കളിച്ചുകൊണ്ടിരിക്കും. ഖേത്ത് മേ ഘുസ്കർ ഖാനെ കി കോയി ചീസ് ഖോജ്നെ ലഗ്താ ഹെ. പാടത്തൊക്കെ കയറിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടി എന്തെങ്കിലും കഴിക്കാനുള്ള സാധനം ഉണ്ടോ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ബാഗ് സെ ഗുസർനെ പർ ആം യാ അമൃത് തോടനെ ലഗ്താ ഹെ. അതായത് പാടത്തിൽ കൂടെയും തോട്ടത്തിൽ കൂടെ ഒക്കെ പോകുമ്പോഴേക്കും മാവോ അല്ലെങ്കിൽ പേരക്കട മരമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിക്കാൻ തുടങ്ങും. നാലേക്കോ उधर से इधर और इधर से उधर छलांग लगाकर पार करने का खेलने लगता है. നാല പറഞ്ഞു കഴിഞ്ഞാൽ തോടുണ്ടല്ലോ, തോടുന്ന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചാടി ചാടി കളിച്ചുകൊണ്ടിരിക്കും. നദി के पुल को जल्दी से पार करने के बजाय उसकी മുണ്ടേർ സെ ടിക്കർ കർ നീച്ചെ ബഹത്തി നദി കോ നിഹാറിനെ ലഗ്ത. അതായത് പാലത്തിൽ കൂടെ, അതായത് നദിയുടെ മേലെ കൂടി, ഇപ്പോൾ പുഴയൊക്കെ ഒഴുകണതിൻ്റെ മേലെ കൂടി പാലങ്ങളുണ്ടാവുമല്ലോ, അതിൽ വേഗം ക്രോസ് ചെയ്യണ പകരം അതിൻ്റെ മുണ്ടേർ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ കൈവരി പിടിച്ചിട്ട് താഴെ വെള്ളം ഒഴുകണത് നോക്കിക്കൊണ്ടിരിക്കും. ഏക് ദിൻ തോ നട്ട്കട്ടിനെ ഹദ് ഹി കർത്തി. ഒരു ദിവസം ഹദ് പറഞ്ഞു കഴിഞ്ഞാൽ പരിധി വിട്ടു, ലിമിറ്റ് ക്രോസ് ചെയ്തു. എന്ത്? दोनों भाई स्कूल से लौट रहे थे. എന്താ സിറ്റുവേഷൻ എന്നാണ് പറയണത്. അപ്പോൾ രണ്ടുപേരും സ്കൂളിൽ നിന്ന് വരികയായിരുന്നു. नदी का पुल आया तो नटखट पुल पर चढ़ने के बजाय नीचे उतर गया और नदी किनारे जा पहुंचा. അപ്പോൾ നദി കാ പുലായ, സ്കൂൾ സെ വരികയായിരുന്നല്ലോ, അപ്പോൾ റിവറിന്, അതായത് പുഴയിൽ നിന്ന് ആ ബ്രിഡ്ജ് വന്നു. അപ്പോൾ നട്ട്കട്ട് ആ ബ്രിഡ്ജിൽ കയറണ പകരം നദി കിനാരെ, തീരത്ത് പോയിട്ട് അവിടെ എത്തിയത്. बस्ते में पहले से बनाकर रखी हुई कागज़ की 2 नावें निकाली और एक एक करके बहते पानी में छोड़ दी. അപ്പോൾ ഓൾറെഡി ബസ്ത പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ബാഗിൽ ഓൾറെഡി 2 പേപ്പർ ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതെടുത്തിട്ട് വെള്ളത്തിലേക്ക് ചെയ്തു. നാവേ ബഹ ചലി തോ നട്ട്കട്ട് ഖുഷ് ഹോക്കർ താലി ബജാന ലഗ. അപ്പോൾ നാവ് പേപ്പർ ബോട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ആ ഒഴുക്കിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. അപ്പോൾ നട്ട്കട്ടിന് അത് ഇഷ്ടമായിട്ട് കൈകൊട്ടാൻ തുടങ്ങി. उधर पुल पर पहुंच चुके झटपट ने पीछे मुड़कर देखा तो नटखट नहीं दिखा. झटपट ആ ബ്രിഡ്ജിൽ കയറി, എന്നിട്ട് പിന്നിൽ തിരിഞ്ഞ് നോക്കിയപ്പോഴേക്കും എന്താ, നട്ട്കട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. झटपट घबरा गया कि नटखट कहाँ गया. झटपट ഭയങ്കര ടെൻഷനായി, നട്ട്കട്ട് എവിടെ പോയി. ताली बजाने की आवाज़ सुनकर नीचे देखा तो नटखट नीचे नदी किनारे खड़ा दिखा. അപ്പോൾ കൈ കൊട്ടണ ശബ്ദം കേട്ടപ്പോഴാണ് നട്ട്കട്ട് അവിടെ താഴെ ഉണ്ടെന്ന് മനസ്സിലായത്. झटपट को उस पर बड़ा गुस्सा आया, ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. जोर से चिल्लाकर बोला, अरे छोटे तुम वहाँ नीचे क्या कर रहे हो. അപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് ചോദിച്ചു, എന്താ നീ അവിടെ ചെയ്യുന്നത്. നട്ട്കട്ടിനെ ചോങ്കർ, അതായത് ആ ശബ്ദം കേട്ടപ്പോഴേക്കും നട്ട്കട്ടിനെ ചോങ്കർ, ഞെട്ടിയിട്ട് മുകളിലേക്ക് നോക്കി. ऊपर देखा और नदी किनारे रखा अपना बस्ता उठाने के लिए झुका. എന്നിട്ട് ഏട്ടൻ്റെ ദേഷ്യം കണ്ടപ്പോൾ നട്ട്കട്ട് ഞെട്ടിപ്പോയി. എന്നിട്ട് അവിടെ വെച്ചിരിക്കുന്ന ആ സ്കൂൾ ബാഗ് എടുക്കാൻ നോക്കി. അച്ചാനക് ഉസ്കാ പാവ് ഫിസ്ല ഓർ വേ പാനി മേ ഗിർ പട. പക്ഷേ എടുക്കണ സമയത്ത് കാല് വഴുത്തി ആ പുഴയിൽ വീണു. पानी का बहाव तेज़ था और नटखट को तैरना नहीं आता था. पानी का बहाव പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒഴുക്കുണ്ടല്ലോ, അത് ഭയങ്കര കൂടുതലായിരുന്നു. പിന്നെ നട്ട്കട്ടിന് സ്വിം ചെയ്യാനും അറിയില്ലായിരുന്നു, നീന്തലും അറിയില്ലായിരുന്നു. छोटा सा ही तो था, बह गया, ഡുബ്ത്തെ ഉതർത്തെ ദൂർ ജാനെ ലഗ. അതായത് ചെറുതായിരുന്നില്ലേ, 3ാം ക്ലാസ്സിലായ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ അവൻ ആ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ കൂടെ തന്നെ ഒഴുകി മുങ്ങലും അങ്ങനെയൊക്കെ ആയി ഡിസ്റ്റർബായി. झटपट को तैरना आता था. उसने झट अपना बस्ता पीठ से उतारकर पुल की मुंडेर पर रखा और नदी में कूद पड़ा. झटपट നീന്താൻ അറിയായിരുന്നു. അപ്പോൾ അവൻ എന്താ, സ്കൂൾ ബാഗ് പീठ പറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡറിന് ഇറക്കിയിട്ട് പുൽക്കി മുണ്ടേർ, അത് കൈവരിയിൽ വെച്ചിട്ട് വേഗം വെള്ളത്തിലേക്ക് ചാടി.
थोड़ी दूर तैरने के बाद ही उसने नटखट को पकड़ लिया और किनारे पर ले आया. കുറച്ച് നീന്തിയപ്പോൾ തന്നെ നട്ട്ഖട്ടിനെ പിടിച്ചിട്ട് കിനാരെ തീരത്തേക്ക് കൊണ്ടുവന്നു. झटपट को इतना गुस्सा आ रहा था कि नटखट को 2 झापट लगाए, पर नटखट इतना डरा और घबराया हुआ था कि उसे छोटे भाई पर प्यार आ गया. झटपट അതായത് ഏട്ടന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. എന്താ 2 അടി വെച്ച് കൊടുക്കാൻ, ഝാപ്പട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അടി വെച്ച് കൊടുക്കാനുള്ള ദേഷ്യമായിരുന്നു. പക്ഷേ ആ നട്ട്ഖട്ട് ചെറിയ ആൾ ഡറാ ഓർ ഘബ്രായ, ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുള്ള നിപ്പ് കണ്ടപ്പോൾ അനിയനോട് സ്നേഹം കൂടി. उसे नटखट का हाथ पकड़े पकड़े उसका बस्ता उठाया. ഏട്ടൻ എന്താണ് അനിയൻ്റെ കൈ പിടിച്ചിട്ട് തന്നെ സ്കൂൾ ബാഗ് എടുത്തു. और पुल तक पहुंचाने वाली चढ़ाई चढ़ने लगी. എന്നിട്ട് ബ്രിഡ്ജിൻ്റെ മേലേക്ക് കയറുമല്ലോ, അപ്പോൾ സ്റ്റെപ്സോ എന്തെങ്കിലും അങ്ങ് മേലേക്ക് കയറാനുള്ള ആ വഴി പിടിച്ചിട്ട് തന്നെ കയറിയത്. पुल पर पहुंचा ही था कि नटखट अचानक गला फाड़ के रोने लगा. അപ്പോൾ ബ്രിഡ്ജിൽ കയറുമ്പോഴേക്കും അനിയൻ പേടിച്ചിട്ട് കരയാൻ തുടങ്ങി. झटपट ने कहा, अब तो तुम बह जाने से बच गए हो, फिर क्यों रो रहे हो? നീ ഒഴുക്കൽ പോയില്ലല്ലോ, അപ്പം ഇന്നെന്തിനാ കരയണേ? നീ ഒഴുക്കിൽ പെട്ടില്ലല്ലോ, നീ എന്തിനാ കരയണേ? नटखट को रोते देखकर तुम घर जाकर माँ से मेरी शिकायत करोगे. അപ്പം അനിയൻ കരഞ്ഞിട്ട് തന്നെ പറഞ്ഞു, നീ വീട്ടിൽ പോയിട്ട് അമ്മടുത്ത് കംപ്ലൈൻറ്റ് പറയില്ലേന്ന്. അപ്പോൾ അഗർ നാ കറൂ തോ, ഞാൻ ചെയ്തില്ലെങ്കിൽ तो जो कहो. അപ്പോൾ അനിയൻ പറഞ്ഞു, എന്താണെങ്കിലും ഞാൻ ചെയ്യാം. നട്ട്ഖട്ട് का रोना बंद हो गया. मुझे कागज़ की नाव बनाना नहीं आता, तुम सिखा दोगे? എനിക്ക് പേപ്പർ ബോട്ട് ഉണ്ടാക്കാൻ അറിയില്ല, നീ പഠിപ്പിച്ചു തരുമോ? हाँ उसमें क्या, അനിയൻ പറഞ്ഞു. हाँ नटखट खुश होकर बोला, അതിനെന്താ, पर मुझे तैरना नहीं आता, तुम सिखा दोगे? അപ്പോൾ അനിയൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നീന്താനും അറിയില്ല, നീ പഠിപ്പിച്ചു തരുമോ? हाँ उसमें क्या है. झटपट ने मुस्कुराते हुए नटखट के शब्दों को की नकल की और दोनों भाई हंस पड़े. അപ്പോൾ झटपട്ടും ഏട്ടനും അനിയനെ പോലെ തന്നെ നക്കൽ की പറഞ്ഞാൽ കോപ്പി ചെയ്തിട്ട് അതേ രീതിയിൽ സംസാരിച്ചിട്ട് രണ്ടാളുകളും ചിരിച്ചു. लेकिन झटपट ने नटखट का बस्ता उसे पकड़ाकर पुल की मुंडेर पर से अपना बस्ता उठाया तो एकदम चिंतित होकर बोला. പക്ഷേ ബാഗൊക്കെ തൂക്കിയിട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ एकदम ടെൻഷനായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞേ? अरे छोटे, हम दोनों के कपड़े भीग गए हैं. അനിയ, നമ്മൾ രണ്ടാളുടെയും തുണിയൊക്കെ നനഞ്ഞു പോയല്ലോ. हम भीगे कपड़ों में देख माँ पूछेगी तो क्या कहेंगे. ഈ നനഞ്ഞ തുണിയും വെച്ച് നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക? हाँ बड़े. अब नटखट ने एक पल सोचा और बोला. അപ്പോൾ അനിയനും ചിന്തിച്ചിട്ട് ഇനി എന്താ ചെയ്യുക? और बोला, आओ दौड़ लगाते हैं, कपड़े अपने आप सूख जाएंगे. അപ്പോൾ അനിയൻ പറഞ്ഞു, വാ ഓടിപ്പോവാം, അപ്പോൾ തുണിയൊക്കെ തന്നെ ഉണങ്ങിക്കോളും. हाँ ये ठीक है. झटपट ने अपना बस्ता पीठ पर टांगते हुए कहा. അപ്പോൾ ഷോൾഡറിന് ശരിക്കൊക്കെ സ്കൂൾ ബാഗ് വെച്ചിട്ട് ശരി നമുക്ക് ഓടാം. नटखट ने भी अपना बस्ता पीठ पर टांग लिया और झटपट के बराबर खड़े होकर दौड़ शुरू करने के अंदाज में बोला, 1 2 3. दोनों दौड़ पड़े. എന്നിട്ട് നട്ട്ഖട്ടും ഷോൾഡറിൽ കറക്റ്റായിട്ട് റെഡി ആയിട്ട് റേസിങ്ങിലൊക്കെ നിൽക്കണ പോലെ രണ്ടാളും നിന്നു. എന്നിട്ട് काउंट ചെയ്തു. 1 2 3 1 2 3 എന്നിട്ട് ഓടി. आगे पीछे नहीं, एक दूसरे का हाथ पकड़े साथ साथ, ഒരേപോലെ റേസിംഗ് പോലെയല്ല, ഒരുമിച്ച് കൈ പിടിച്ചിട്ടാണ് അവർ ഓടിയത്. സർദിയാ അബ് ഷുരു നെഹി ഹുയി थी. വിൻ്റർ സീസൺ ആയിരുന്നില്ല. മौसम സാഫ് था, ക്ലൈമറ്റ് ക്ലിയർ ആയിരുന്നു. ചട്കീലി ധൂപ്പ് നിക്ലി ഹുയി थी. ചട്കീലി പറഞ്ഞാൽ ഷൈനിങ്, അതായത് വെയിൽ തന്നെ ആയിരുന്നു കേട്ടോ. दोनों भाई मज़े में दौड़ते चले गए. നാല പാർ കിയ. രണ്ടാളും മജേ അതായത് ചിരിച്ചും കളിച്ചിട്ട് തന്നെ ഓടിയത് ബ്രിഡ്ജ് ക്രോസ് ചെയ്തു. ഭാഗ് പാർ കിയ, ഖേത് പാർ കിയ, ബർഗद के को भी पीछे छोड़ दिया. लेकिन पोखर तक पहुँचते दोनों थक गए और रुक गए. അതായത് വഴിയിൽ വരുന്ന നാല, ഭാഗ്, തോട്, പാടം എല്ലാം ക്രോസ് ചെയ്തു. പക്ഷേ ലാസ്റ്റ് കുളത്തിൽ എത്തുമ്പോഴേക്കും ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ രണ്ടാളും ടയേർഡായി എന്നിട്ട് നിന്നു. कपड़े सूख गए छोटे. झटपट ने हाँफते हुए लेकिन खुश होते हुए कहा. നനഞ്ഞ തുണി ഉണങ്ങിയല്ലോ. ഏട്ടൻ അനിയൻ്റെ അടുത്ത് പറഞ്ഞു. ഹാഫ് എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ കിതച്ചിട്ട്. हाँ बड़े वाकई कपड़े तो सूख गए. नटखट ने भी खुश होकर कहा. അനിയനും പറഞ്ഞു, ശരിക്കും തുണിയൊക്കെ ഉണങ്ങിയല്ലോ. तभी नटखट ने को पोखर किनारे एक चिकनी गिट्टी दिखाई पड़ी. അപ്പോൾ നട്ട്ഖട്ട് പറഞ്ഞ അനിയന്
പോക്കർ കുളത്തിൻ്റെ അടുത്ത് ചിക്കനി गिट्टी പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മിനുസമുള്ള ഒരു കല്ല്, ഷൈനിങ് കല്ല് കിട്ടി. नटखट ने उसे उठा लिया और तिरछे होकर उसे इस तरह फेंका कि गिट्टी पानी की सतह पर उछलती हुई दूर तक चली गई. അതായത് വളഞ്ഞ് തിരിഞ്ഞ് നമ്മൾ കുളത്തിലേക്കൊക്കെ വെള്ളം എറിയുമല്ലോ, എത്ര ദൂരം പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു കളി ഉണ്ടല്ലോ, അങ്ങനെ കളിച്ചു അനിയൻ. देखा देखी झटपट ने भी एक गिट्टी उठाकर फेंक दी. അത് കണ്ടിട്ട് ഏട്ടനും കല്ലെടുത്തെറിഞ്ഞു. लेकिन उस गिट्टी एकदम पानी में गुडप हो गई. പക്ഷെ ശരിക്കും അത് പോയില്ല, ഇപ്പോൾ ഡയറക്റ്റ്ലി അത് വെള്ളത്തിൽ ടക്ക് എന്നൊക്കെ പോയി. ബഡേ തുമക്കോ ഗിട്ടി പെരാന നഹി ആത്താ, ഹാ ചോട്ടെ തും സിഖാ സക്തേ ഹോ. അപ്പോൾ അനിയൻ പറഞ്ഞു, ഏട്ടാ നിനക്ക് ശരിക്കും അറിയില്ലല്ലോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, എനിക്ക് പഠിപ്പിച്ചു തരുമോ? क्यों नहीं अभी लो. नटखट ने ध्यान से नीचे देखकर एक गिट्टी उठाई और झटपट को दिखाते हुए बोला. ആ ശരി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നട്ട്ഖട്ട് അഗെയിൻ ഒരു കല്ലെടുത്തെറിഞ്ഞ് എന്നിട്ട് झटपटനെ കാണിച്ചു. गिट्टी ऐसे ही लो जो ज़्यादा भारी और खुरदरी ना हो, हल्की और चिकनी हो और इसे इस तरह फेंको. അതായത് അനിയൻ പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെ ज़्यादा भारी और खुरदरी, അതായത് റഫും ആവരുത് വെയിറ്റ് ഉള്ളതും ആവരുത്, ഷൈനിങ്ങും വെയിറ്റ്ലെസ് ഉള്ള ഒരു കല്ലെടുത്ത് എറിയും. लेकिन अब तक झटपट का ध्यान बढ़ चुका था. वह पोकर के पानी पर तैरती बतखों को ध्यान से ദേഖ് രഹാ താ. പക്ഷേ സംസാരിക്കുമ്പോഴേക്കും ഝട്ട്പട്ടിൻ്റെ ശ്രദ്ധ മാറിയിട്ട് അവിടെ കുളത്തിൻ്റെ മേലെ കൂടി പോണ ഡക്കിൻ്റെ മേലെയായിരുന്നു ശ്രദ്ധ. ഇത്രയേ ഉള്ളൂ ക്ലാസ്. ഇനി നമുക്ക് എക്സസൈസിലേക്ക് പോവാം. അതിനു മുമ്പേ ഇതിൽ ഇടയിൽ വരുന്ന ഈ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, और बड़े को तो छोटे का ध्यान रखना ही पड़ता है. माँ के इस कथन से आप क्या समझते हैं? അമ്മ പറഞ്ഞല്ലോ അനിയനെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കണം? इस कथन से यह समझ आता है कि बड़े भाई की जिम्मेदारी होती है छोटे भाई की हमेशा रक्षा करना. माँ चाहती है कि झटपट समझे कि नटखट की देखभाल करना कर्तव्य है, റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഏട്ടൻ അനിയനെ നോക്കേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നട്ട്ഖട്ട് കുछ ज़्यादा ही नटखट है, ऐसा क्यों कहा गया है? ചെറിയ ആൾ കുസൃതിയല്ല, കുറച്ച് കൂടുതൽ കുസൃതിയാണ്, അതെന്തിനാ പറഞ്ഞിരിക്കണത്? അപ്പോൾ ആൻസർ ऐसा इसलिए कहा गया है क्योंकि नटखट हमेशा मस्ती करता रहता है. ഈ ആൻസറിൽ നമുക്ക് നട്ട്ഖട്ട് ചെയ്യണ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. वह रास्ते में पोखर के पानी के से में मछलियाँ देखता, बरगद की जड़ों पर झूलता, खेत में घुसकर खाने की चीज़ें खोजने लगता आदि. थर्ड क्वेश्चन, कपड़े सुखाने के लिए दोनों भाइयों ने एक उपाय किया. और क्या क्या उपाय हो सकती है? അതായത് നനഞ്ഞ തുണി ഉണങ്ങാൻ വേണ്ടിയിട്ട് അവർ രണ്ടാളും ബ്രദേഴ്സ് ഓരോരോ സൊല്യൂഷൻ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ അതല്ലാണ്ട് വേറെ എന്താ ചെയ്യാൻ പറ്റുക? दोनों भाइयों ने कपड़े धूप के कारण सूख गया. അവരുടെ നനഞ്ഞ തുണി വെയിൽ കാരണം ഉണങ്ങിയെന്ന്. इसके अलावा धूप में बैठना, कपड़ों को निछाड़ना आदि से कपड़े सूख जाते. അതായത് വെയിലത്തിരിക്കലും നന്നായി പിഴിഞ്ഞ് തുണി വിരിക്കലും അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ തുണി ഉണങ്ങും. ഇനി ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ്, കഹാനി के पात्रों की विशेषताएं पहचाने, सही मिलन करें. അതായത് നട്ട്ഖട്ടിനും ഝട്ട്പട്ടിനും ചെയ്യണ ഓരോ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ആർക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. നട്ട്ഖട്ട് കോ കാഗസ് കി നാവ് ബനാന ആത്ത ഹൈ. അത് നട്ട്ഖട്ടിൻ്റെ അതിലാണ്, അത് നട്ട്ഖട്ടിൻ്റെ ആണ്. ഓക്കെ. ഇനി നദി മേ തൈർന എന്താണ്? झटपट. बाग में आम कौन तोड़ता है? नटखट. माँ से शिकायत करता है? झटपट. बरगद की जड़ें पकड़कर झूलता है? नटखट. छोटे को हाथ पकड़कर दौड़ता है? झटपट. ഓക്കെ, മൂന്നെണ്ണം. അതായത് ആദ്യത്തെ നട്ട്ഖട്ട്, പിന്നെ झटपट, പിന്നെ नटखट, പിന്നെ झटपट, പിന്നെ नटखट, പിന്നെ झटपट. नेक्स्ट, कहानी से शब्द जोड़े चुने अपने वाक्य में प्रयोग करें. അതായത് കഹാനിയിൽ സാത്ത് സാത്ത് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് സെൻറ്റൻസ് ചെയ്യണം, എന്നിട്ട് അവനവൻ്റെ രീതിയിലും എഴുതണം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ചെറുതായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. തേസ് തേസ്, राजू तेज तेज दौड़ता है. धीरे धीरे, कछुआ धीरे धीरे चलता है. बार बार, अध्यापिका को बार बार समझाना पड़ता है. ഇങ്ങനെ നിങ്ങൾക്കും വേറെ എക്സാമ്പിൾസ് എഴുതാം. നെക്സ്റ്റ്,
झटपट को तैरना आता है, नटखट को नाव बनाना आता है. लिखिए आपको क्या क्या आता है. झटपटने तैरना आता है, സ്വിം ചെയ്യാൻ അറിയാം. നട്ട്ഖട്ടിന് നാവ് बनाना आता है, പേപ്പർ ബോട്ട് ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം? साइकिल चलाना आता है, मुझे खाना बनाना आता है, मुझे नाचना आता है, मुझे गाना गाना आता है. അങ്ങനത്തെ ചില എക്സാമ്പിൾസ് എഴുതാം. നെക്സ്റ്റ് ആണ് അടുത്തത് सही प्रस्ताव चुनकर लिखिए. अदायद ट्रू एंड फॉल्स ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ दोनों भाई अपने गांव के स्कूल में पढ़ते हैं. അല്ല, फॉल्स ആണ്. അല്ലല്ലോ, വേറെ വില്ലേജിലല്ലേ. नटखट को गिट्टी पहनाना आता है. ट्रू, നമ്മൾ ലാസ്റ്റിൽ കണ്ടു. नटखट हमेशा रोते हुए स्कूल जाता है. फॉल्स. बड़ा भाई 5वीं कक्षा में पढ़ता है. ट्रू. इन्हें झटपट को स्कूल के रास्ते में कई बार छोटे का इंतज़ार करना पड़ता है. ट्रू. ओके. अनुभव बांटे. झटपट और नटखट एक दूसरे को नाव बनाना और नदी में तैरना सिखाने का वादा करते हैं. इसी प्रकार आपका कोई अनुभव बांटे. അതായത് മറ്റുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മൾ പറയുമല്ലോ, ഞാനിത് പഠിപ്പിച്ചു തരാം, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. पोस्टर तैयार करे. झटपट ने नदी में कूदकर नटखट की जान बचाई. मान ले इस पर स्कूल में बधाई समारोह हो रहा है. इसके लिए പോസ്റ്റർ തയ്യാർ. അപ്പോൾ പോസ്റ്ററാണ് ഉണ്ടാക്കാൻ പറഞ്ഞത്. അതായത് झटपटനൊരു അനിയനെ രക്ഷിച്ചതിൻ്റെ ഒരു സ്കൂളിൽ ഒരു മറ്റേ പ്രൈസൊക്കെ കൊടുക്കണ പോലെ. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇതുപോലെ നിങ്ങൾക്കും ഒരു ചെറുതായിട്ട് ഉണ്ടാക്കാം. അതിൽ മെയിൻ പോയിൻ്റ് എന്താ പറഞ്ഞാൽ സ്കൂളിൻ്റെ പേര് വേണം, പിന്നെ എന്തിനെക്കുറിച്ചാണ്, ബധായി സമാരോഹ്, ഭായ് കി ജാൻ ബച്ചാനെ പർ झटपट को ബധായി. ഇത് ഓപ്ഷണലാണ്. ഇനി ഇതൊക്കെ മെയിനാണ് കേട്ടോ. ടൈം, പ്ലേസ്, പിന്നെ എന്നാണ്. താരീഖ് 25 ജൂൺ, സമയ സുബഹ 10 ബജെ, സ്ഥാൻ സ്കൂൾ സമാരോഹ്. ഇനി ഉദ്ഘാടൻ അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനിലാണ്. ആരാ ഉദ്ഘാടനം ചെയ്യുന്നത്? പ്രധാനാധ്യാപക്. സബ്കാ ഹാർദിക് സ്വാഗത് ഹെ. ഓക്കെ. ഇതാണ് പോസ്റ്റർ. നെക്സ്റ്റ് चर्चा करें. मान ले आपको तैरना नहीं आता. नटखट की जान बचाने के लिए आप क्या करते? നിങ്ങൾക്ക് സ്വിം ചെയ്യാൻ അറിയില്ലെങ്കിൽ, നീന്താൻ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടാവുക? അടുത്തത് സംജെ ലിഖേ. അപ്പോൾ എക്സാമ്പിൾ നോക്കൂ. झटपट दौड़ लगाता है, झटपट दौड़ लगा रहा है. ഓക്കെ. झटपट दौड़ लगाते हैं, झटपट दौड़ लगा रहे हैं. പ്ലൂറലും ഇത് ഒരാളെക്കുറിച്ചും ഇത് കുറച്ച് ഇത് लगाता है അതായത് പാസ്റ്റും, ഇത് लगा रहे हैं പ്രസൻറ്റും. मछली तैरती है, मछली तैर रही है പ്രസൻറ്റ്. नदियाँ बहती है, नदियाँ बह रही है പ്രസൻറ്റ്. അതുപോലെ നെക്സ്റ്റ് ആണ് ലാസ്റ്റ് എക്സസൈസ്. അപ്പോൾ ലാസ്റ്റ് പേജിൽ ഇതുണ്ട്. नटखट रोता है, नटखट रो रहा है. झटपट और नटखट स्कूल से आते हैं, झटपट और नटखट स्कूल से आ रहे हैं. नाव चल रही है, नाव चल रही है. ओके. सर्दियाँ, ഇത് नाव चल रही है अല്ല, नाव चलती है, नाव चलती है और नाव चल रही है. सर्दियाँ शुरू होती है, सर्दियाँ शुरू हो रही है. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദിസ് ടു യുവർ ഡിയർ വൺസ്. താങ്ക് യു.